ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന LDC LGS ഷോർട്ട് ലിസ്റ്റ് മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിക്കും എന്ന് കേരള PSCയുടെ ഒഫീഷ്യൽ അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കൂടാതെ ഇനി നടക്കാൻ പോകുന്ന 10ാം തരത്തിലുള്ള പ്രാഥമിക പരീക്ഷയുടെ വിവരങ്ങളും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും കൂടി നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് LDC LGS ഷോർട്ട് ലിസ്റ്റുകൾ മാർച്ച് മാസത്തിൽ വരും എന്ന് PSCയുടെ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റുകൾ ഏപ്രിൽ മെയ്യില് ഇടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സംബന്ധിച്ച് PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം LDC LGS ഷോർട്ട് ലിസ്റ്റുകളായിരിക്കും പ്രസിദ്ധീകരിക്കുക. മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ മാർച്ച് തുടക്കത്തിൽ തന്നെ വന്നു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുശേഷം വെരിഫിക്കേഷൻ ആണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞ് നല്ല സ്പീഡായിട്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ഓക്കെ, കാരണം മെയ് ജൂൺ മാസങ്ങളിലാണ് അടുത്ത പ്രിലിംസ് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത പ്രിലിംസ് പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ഈ കഴിഞ്ഞ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC ഉറപ്പ് നൽകിയിട്ടുള്ളത്. 192 തസ്തികകളിലേക്കാണ് ആദ്യ 10ാം തല പ്രാഥമിക പരീക്ഷ നടന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അന്തിമ പരീക്ഷകളും നടന്നു. മൂല്യനിർണ്ണയങ്ങൾ പൂർത്തിയാക്കി തുടർ നടപടിയിലേക്ക് PSC കടന്നിരിക്കുകയാണ്. പ്രധാന തസ്തികകളായ ലാസ്റ്റ് ഗ്രേഡ് LD ക്ലർക്ക് തസ്തികകളുടെ സാധ്യതാ പട്ടിക മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിക്കും. ഇത് PSCയുടെ ഒഫീഷ്യൽ അറിയിപ്പാണ്. പ്രമാണ പരിശോധനകൾ പൂർത്തിയാക്കി ഏപ്രിൽ മെയ് മാസങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉടനെ തന്നെ കാണും. ഷോർട്ട് ലിസ്റ്റ് വന്ന ഉടനെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാണും. അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മറ്റ് തസ്തികകളുടെ റാങ്ക് ലിസ്റ്റുകളും തുടർന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. ആദ്യം LDC LGS, അതിനുശേഷം മറ്റ് പരീക്ഷകൾ 10ാം തലത്തിൽ നടത്തിയ മറ്റു മെയിൻസ് പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതാണ്. ആദ്യ പ്രാഥമിക പരീക്ഷകൾ കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴാണ് വീണ്ടും 10ാം തലം പ്രാഥമിക പരീക്ഷ PSC നടത്തുന്നത്. അപ്പൊ ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ അവസരങ്ങൾ നൽകും എന്ന് PSC അഭിപ്രായപ്പെടുന്നു. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റും വിധം തിരഞ്ഞെടുപ്പ് നടപടികൾ വേഗത്തിലാക്കുന്നതാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 19 ഒരു 90 ഡേയ്സ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സും ഇനി പറയുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫെബ്രുവരി 24 സ്റ്റാർട്ട് ആവുന്നുണ്ട്. കൂടാതെ KS എക്സാം പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. SCRT ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെഫ്കോ LD എക്സാം, CO CPO എക്സാം, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് 2022 മെയ് ജൂൺ മാസങ്ങളിലാണ് ഇനി നെക്സ്റ്റ് 10th ലെവൽ പ്രിലിംസ് നടക്കാൻ പോകുന്നത്. 10ാം തല പ്രാഥമിക പരീക്ഷ 2022 മെയ് ജൂൺ മാസങ്ങളിലാണ്. മെയ് മാസത്തിലെ കലണ്ടർ PSC ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡേറ്റ്സ് ഒക്കെ അവർ വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് മെയ് മാസത്തിൽ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കലണ്ടർ അതിൻ്റെ ഒരു ഷെഡ്യൂളായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വിവിധ ഘട്ടങ്ങളിലായി അപേക്ഷകൾ ക്ഷണിച്ച 10ാം ക്ലാസ് വരെ യോഗ്യതയുള്ള 76 കാറ്റഗറിയിലേക്ക് 2022 മെയ് ജൂൺ മാസങ്ങളിലായി പൊതു പ്രാഥമിക പരീക്ഷ നടത്തുവാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചു. 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രിലിംസ് 5 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഇത് 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് ഉടനീളം പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ആകെയുള്ള 157 തസ്തികകളിലേക്ക് ഏതാണ്ട് 60 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇപ്രാവശ്യം ഉള്ളത്. ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ്, റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വനം വകുപ്പിൽ റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ, ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ, ബിവറേജസ് കോർപ്പറേഷനിൽ LD ക്ലർക്ക്, ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ പ്രിസൺ ഓഫീസർ,
വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, കേരള കോ ഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗിൽ പിയൂൺ അറ്റൻഡർ തുടങ്ങിയവയാണ് പ്രാഥമിക പരീക്ഷ നടക്കുന്ന പ്രധാന തസ്തികകൾ എന്ന് പറയുന്നത്. തസ്തികകളുടെ വിശദാംശവും സിലബസും PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ സിലബസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. പരീക്ഷയ്ക്ക് സ്ഥിരീകരണം നൽകാനുള്ള സമയം ഫെബ്രുവരി 20 മുതൽ മാർച്ച് 11 വരെയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥിരീകരണം നൽകാവുന്നതാണ്, അധികം വെച്ച് താമസിപ്പിക്കേണ്ട. മാർച്ച് 11 വരെയാണ് സ്ഥിരീകരണം നൽകാവുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ വഴി നൽകിയിട്ടുണ്ട്. അപ്പൊ അപേക്ഷിച്ച ഓരോ തസ്തികയ്ക്കും പ്രത്യേകം തന്നെ പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകേണ്ടതാണ്. കൺഫർമേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. നിശ്ചിത ദിവസത്തിനകം ഉറപ്പ് നൽകാത്തവരുടെ അപേക്ഷ നിരുപാധികം നിരസിക്കുന്നതാണ്. സ്ഥിരീകരണം നൽകുമ്പോൾ പരീക്ഷയുടെ മാധ്യമം മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യണം. മലയാളം, കന്നഡ, തമിഴ് എന്നിവയിൽ ഏതാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. മുൻകൂട്ടി തിരഞ്ഞെടുത്ത മാധ്യമത്തിൽ മാത്രമേ ചോദ്യപേപ്പറിൽ ലഭ്യമാവുകയുള്ളൂ. ഇത് സംബന്ധിച്ച് പിന്നീട് ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. ഇപ്പൊ നിങ്ങളെ ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചൂസ് ചെയ്യാൻ. ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള പരാതികളൊന്നും സ്വീകരിക്കുന്നതല്ല എന്ന് PSC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിരീകരണം നൽകുന്നതിന് മുൻപ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് പ്രകാരമുള്ള ജില്ലയിലെ ലഭ്യത അനുസരിച്ച് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ. യോഗ്യതയുള്ള തസ്തികൾക്ക് പൊതു പ്രാഥമിക പരീക്ഷയും അതിൽ അർഹത നേടിയവർക്ക് അന്തിമ പരീക്ഷയും നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി കഴിഞ്ഞ വർഷമാണ് PSC ആദ്യമായിട്ട് ആരംഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 10ാം തല പ്രാഥമിക പരീക്ഷയുടെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന LDC, LGS മുതലായ ഷോർട്ട് ലിസ്റ്റുകളുടെയും പുതിയ അറിയിപ്പ്, PSCയുടെ ഔദ്യോഗിക അറിയിപ്പ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും മാർച്ച് മാസത്തിൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.